എടുക്കാന്ന് പറഞ്ഞു അല്ല ഞാൻ അവർ എന്തെങ്കിലും കളയുമ്പോൾ അതങ്ങോട്ടിനെ വാങ്ങില്ല അവർ പിടിച്ചോ വെള്ളം വേണോ വെള്ളം വേണോ ജമീല ജമീല ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ അങ്ങോട്ട് നോക്കുന്നു നടക്ക് പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിന്നും കുടുംബശ്രീയുടെ ഭാഗമായി 29 സഹോദരിമാർ, കുടുംബശ്രീയിലുള്ള 29 സഹോദരിമാരാണ് എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്, കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ കണ്ണൂർ എയർപോർട്ടിലെത്തി ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ ചിരകാല അഭിലാഷമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ത്രില്ലിലായിട്ട് ഇരിക്കുകയാണ്. എയർപോർട്ടിലെത്തി ചായ കുടിച്ചു, ഇപ്പോൾ വിശ്രമിക്കുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കുന്ന ഒരു ടൈം കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന വൈസ് പ്രസിഡൻറ്റിന് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അപ്പോൾ വൈസ് പ്രസിഡൻറ്റ് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ആകാശയാത്രയുടെ ഒരു സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ നമ്മുടെ സഹോദരിമാരെയും കൂട്ടി ഇതുവരെ ഒരു ആകാശയാത്ര എന്നുള്ള അവരുടെ സ്വപ്ന യാഥാർത്ഥ്യമാവുകയാണ്. എന്തായാലും ഇതിനു വേണ്ടി കുറച്ച് നാളുകളായി നമ്മൾ പരിശ്രമിക്കുന്നത്. 29 ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും വളരെയധികം സന്തോഷമാണുള്ളത്. നമ്മളിന്ന് എല്ലാവരും വീട്ടുകളിൽ നിന്നെല്ലാം വിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നമ്മളിന്ന് ആനന്ദിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പല വീടുകളിൽ നിന്നും നമുക്ക് കിട്ടാതെ അത്രയും സന്തോഷത്തിൽ നിന്ന് അത്രയും കുടുംബത്തിൽ നിന്ന് ഒരിക്കലും പോകാൻ പറ്റാതെ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അവർക്കൊക്കെ ഏറെ സന്തോഷമുണ്ട്. അവിടെ ആ മുഖങ്ങളിൽ നിന്നെല്ലാം ആ സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാവരും നമ്മുടെ കൂടെ ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് നമ്മൾ പോയി നാളെ രാവിലെ നമ്മൾ തിരിച്ചെത്തും. ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം. എല്ലാവിധ ആശംസകളും. നമ്മൾ മറ്റേ ലക്ഷ്മി ഇന്നലെ ജാനകി എടുത്തു കൂടെ പറയും. ജാനകി എടുത്ത് ഇന്നലെ പറഞ്ഞാട്ടെ അവിടെ നിന്നിട്ട് നിന്നു. അപ്പോൾ ആകാശയാത്രയിലുള്ള അനുഭവം എന്താണെന്നുള്ളതൊന്ന് വിശദീകരിക്കുക. ആകാശയാത്രയിൽ പോകുന്നൊരു ത്രില്ല്. ഈ യാത്ര ആദ്യമായിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്, ഈ ആകാശയാത്ര. എനിക്കിന്ന് നല്ലൊരു സന്തോഷമുണ്ട്. ഏതാണെന്ന് അറിയില്ല, എന്നാലും ഭയങ്കര കൗതുകം കേട്ടോ. ഈ എയർപോർട്ടും ഇതുമൊക്കെ കാണാനും അതിൻ്റെ പരിസരം കാണാനും ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാട്ടെ എല്ലാം കണ്ടിട്ട് നോക്കുമ്പോൾ മനസ്സിന് എന്തെല്ലാന്ന് പറഞ്ഞൊരു അത്ഭുതം. എന്നെപ്പോലെ ഈ പ്രായമില്ലാത്ത ഇതൊക്കെ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം. ഇനിയിപ്പോൾ യാത്രയെക്കുറിച്ച് അറിയില്ല, ആദ്യമായിട്ട് കയറുകയല്ലേ, എന്നാലും മനസ്സിന് നല്ലൊരു വെന്തലായി. എന്ത് സംഭവിച്ചാലും കാണാലോ, എനിക്ക് ചുറ്റും കാണാലോ എന്നുള്ളൊരാഗ്രഹമില്ല. അറിയില്ല. പ്രസന്നക്ക് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആകാശയാത്ര എന്ന് പറഞ്ഞ നമ്മളൊരു സ്വപ്നം തന്നെയാണ്. ഇത് സഫലീകരിക്കൽ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റി. അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊന്നാകുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇതൊരു കുടുംബശ്രീ പ്രസ്ഥാനം ഉള്ളത് കൊണ്ട്. അതെ, കുടുംബശ്രീൻ്റെ പ്രസ്ഥാനം ആയതുകൊണ്ട് നമ്മൾ കൂട്ടായ്മയുടെ ഒരു നേട്ടം തന്നെയാണ് ഇത്. വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും എയർപോർട്ടിൽ ഇരിക്കുവാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഇനി അടുത്ത നിമിഷം നമ്മൾ വണ്ടിയിലേക്ക് കയറും, ഫ്ലൈറ്റിലേക്ക് കയറും.
സലോനിച്ചിക്കൊന്നും പറയണ്ട. പറയണ അങ്ങോട്ട് പോകാനായ സന്തോഷത്തിൻ്റെ സന്തോഷം തന്നെ. ഇതാദ്യമായിട്ട് പോകുന്നതാ ആ ആകാശയാത്ര. എല്ലാം കണ്ട് ആദ്യമായിട്ട് ലക്ഷ്മിക്കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ഭയങ്കര സന്തോഷമാണ് വിമാനത്തിലെ പോകുന്നത്. അങ്ങനെ നമ്മളെ വൈസ് പ്രസിഡൻറ്റും CDS മെമ്പറും എല്ലാം നമ്മളെ ഒന്ന് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് മുൻകൈ എടുത്ത് കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷം. ഇനി ഓട്ടം കൊടുക്കണം പോകും. കുറേ നാളായി പറഞ്ഞു പറ ഇതിൻ്റെ ആകാശയാത്രയുണ്ട് പോകുന്നതിൻ്റെ ഒരു സന്തോഷം പറ. സന്തോഷം പറയാം. പിന്നെ ഇത്രയും നല്ലൊരു യാത്രയാണിത്. നമ്മളെ മെമ്പർ ലക്ഷ്മിയേച്ചി, ഇന്ദ്രേച്ചി ഇന്ദ്രേച്ചി, ഇതേച്ചി മെമ്പർ ലക്ഷ്മിയേച്ചി എന്ന് പറഞ്ഞത്. എല്ലാവരും ഒരു അഭിമാനം തന്നെയാണ് ഇത്. പിന്നെ അത് നമുക്ക് സന്തോഷം തന്നെ. പിന്നെ ഇതുവരെ ഒരു വിമാനയാത്രത്തിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു സന്തോഷം. ഓക്കെ. ഇതൊന്നും അറിഞ്ഞൂടാ. ഇതെല്ലാം ഇതിനകത്ത് അനൂപിന് അയച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ആയിക്കോട്ടെ. ലക്ഷ്മിച്ചിക്ക് എന്തെങ്കിലും പറയാണ്ട് പറഞ്ഞു. എനിക്ക് പറയാനൊന്നും നല്ല വിമാനത്താവളം കണ്ടില്ല. വളരെ സന്തോഷമുണ്ട്. വിമാനത്തിൽ കയറിയാൽ തന്നെ മതി. നല്ല ഉത്സാഹത്തോടെ കയറണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്രയും വർഷമായിട്ട് കയറുന്നില്ല. എനിക്ക് ഗൾഫിലേക്ക് പോകേണ്ട ആഗ്രഹമുണ്ട്. അത് കിട്ടൂലല്ലോ നമുക്ക്. ഇത് വേറെ എവിടെയെങ്കിലും നമുക്ക് പോകണം. നമ്മളെ നേതൃത്വത്തിൽ നിങ്ങൾ രണ്ടാളും നല്ല അടിപൊളിയാണ്. കുഴപ്പമില്ല. അതല്ല ഇതിനകത്ത് വരട്ടെ, മൊത്തം ഇതിനകത്ത് വരട്ടെ. ഇനി വിമാനത്താവളത്തിൽ എന്നും പോകണമെന്നുണ്ടെങ്കിൽ എന്നും ആഗ്രഹമുണ്ട്. ഇനി നമ്മളെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകട്ടെ എന്നുള്ള ആഗ്രഹം. അത് മാത്രം മതി. അയോധ്യ പോകണം. ഇപ്പം കാണും കുറച്ച് ഞാൻ അയോധ്യയിലേക്ക് പോകണം കേട്ടോ. അയോധ്യയിലേക്ക് എന്തായാലും ഗൈഡ് കൊണ്ടുപോയിരിക്കണം. നമ്മളെ അത് സൂപ്പറായിട്ട് കൊണ്ടുപോയിരിക്കണം. എന്നാലേ നമുക്ക് തൃപ്തിയാകും. സതിക്കുന്ന പറയണ്ട. എൻ്റെ വാക്ക് പറ. നല്ല കൊണ്ടുവന്ന് പറഞ്ഞു